ഇണ്ട് സ്കൂളിൽ പഠിക്കണ മക്കങ്ങനെ ഇപ്പൊ സ്കൂളിൽ ജോയിൻ ആക്കുമ്പോ ഇപ്പൊ ഉമ്മ ഇവിടെ വലിയ തലകുത്തു, പേരൻസുമാരുടെ വലിയ തലകുത്തു. അഡ്മിഷന്റെ ഒരു ലിസ്റ്റ് കയ്യിൽ കിട്ടും. ആ അഡ്മിഷന്റെ ലിസ്റ്റ് കയ്യിൽ കിട്ടുമ്പോ മക്കൾക്ക് കാലി സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, അത് മാത്രമല്ല ആക്ടിവിറ്റീസിൽ ഒന്നിട്ടൊന്ന് വേറെ സെഷൻ ആക്ടിവിറ്റീസ്. അതിൽ എന്ത് വേണോട്ട് ഫസ്റ്റ് അഡ്മിഷന്റെ ടൈമില് ഞങ്ങൾ ടിക്ക് മാർക്ക് ഇട്ടിട്ട് കൊടുക്കും. അതിൽ ഡ്രോയിങ് കൊണ്ട് ബോബജന്തു ಅದಕ್ಕೆ ಟಿಕ್ ಮಾರ್ಕ್ ಇಟ್ರಂಡ ಎಂದೆ ಪುಲ್ಲಿಮಾರ ಕಡ್ಲಾಸ ಕೀರಿ ಇಟ್ಟಿಟ್ಟಾರ ಅವತುರುಗ പുല്ലിയുടെ ഡ്രോയിങ് ആവണം. പിന്നെ നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു കീബോർഡ് ഉണ്ട്. അപ്പൊ ബോബജന്തു കീബോർഡ് ആവും. അതെന്തരെ അത് ബോർഡ് ഇങ്ങനെ ബട്ടൺ ഇങ്ങനെ നെക്കടെ അതിൽ അങ്ങനെ നെക്കെങ്കിൽ കഡ്ലാസ് എന്തോ അവതറുക ബൂലുല്ലല്ലേ. പണ്ടത്തങ്ങല്ല ചൊന്നോ ഇന്നാര് പടച്ചറവാതി എവിടെ ഉണ്ട് കൊന്തില്ല കഡ്ലാസ് കീരി എങ്ക അബ്ബക്ക് കട ഉടും. നിങ്ങളിവിടെ ഉള്ളാലത്ത് ചൊന്നോ ഇന്നാറാകുന്നില്ല ഔത്തുಲು മക്ക കഡ്ലാസ് കീരിട്ടിട്ടെങ്കില് അബ്ബക്ക് കട ഉടുല. അത് ചിലപ്പോ കീരിട്ടെങ്കിൽ പാടം ബുക്ക് പുതിയ എടുത്തുകൊണ്ടേ ആവിടും. ഇയാളെ പൈസ എല്ലാം തീർന്നു തീർന്നിട്ട് പൈസ കടാക്കിട്ട് പാടം ബുക്ക് എടുത്ത് കൊടുക്കണം. അങ്ങനെ എങ്കിലും കഡ്ലാസ് കീരിട്ടിട്ട് അത്ര നാരാസോറന്തല്ല. പണ്ടത്തെ കാലത്തിൽ എത്രമാ ഉമ്മമാർ തെച്ചിട്ട് വാള് കേട്ടോണ്ടുള്ള. പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ഔത്തുലുമേത്ത് ഒരു കഡ്ലാസറ പോലും നിലത്ത് കണ്ടെങ്കിൽ ആ കഡ്ലാസറ പോലും നിലത്ത് കണ്ടെങ്കിൽ അപ്പ ഔത്തര ബലമ കേട്ടിട്ടായിട്ട് എന്തരിമ്മ കഡ്ലാസ് അല്ല പിന്നെ കഡ്ലാസ് ഇട്ടിന്റെ കീഴിൽ ഇണ്ട് കഡ്ലാസ് അല്ല നോട്ട് ബുക്കേ നിലത്ത് പോകുന്നെങ്കിലും കോയി മുഷ്കിൽ നഹി ഹേ, ഒരു പ്രോബ്ലമും ഇല്ല. കഡ്ലാസ് ഒരു ഫൂലല്ല, ഇടീ ഒരു പേജ് കീറിട്ട് ഔത്തുറു കേട്ടെങ്കിലും വിഷയം എന്ത് കാരണം അതെല്ലാം പിന്നെ അതെല്ലാം അടിച്ചിട്ടെടുക്കുക. സ്വർത്രവിലുള്ള അബ്ബ സ്വർത്രവ് വെച്ചിറ ഔത്തുലു അതെല്ലാം അടിച്ചിട്ട് അവൻ എടുക്കട. അബ്ബ കേക്കട്ടെ പെഞ്ഞേടട്ടെ മാപ്പിള പെഞ്ഞേടട്ടെ കേക്കട്ടെ നിക്കെന്തിക്കടി മൈത്തറ നീ എന്ത് ഇതാക്കണ്ട അവൾ വന്നിട്ടല്ല അടിക്കോലല്ലേ നിന്റെ നടുവെന്തോ നൊമ്പലാവാലെ. അതങ്ങനല്ല. കഡ്ലാസ് ഔത്തുലു കേട്ടിട്ടിട്ട് അത്ര നല്ല ഇതെന്തോ അല്ല. അപ്പ ഇന്ന് അങ്ങനെ കാണും. അഡ്മിഷന്റെ സമയത്ത് തന്നെ കടലാസിൽ കാണും. ആ കടലാസിൽ എന്താണ് ആക്ടിവിറ്റീസ് വേണ്ടത്, ഡ്രോയിങ് കാണോ. സുബ്ഹാന ജല്ല ജലാലുഹു മക്ക അബ്ബടെ വാട്സപ്പ് മക്ക ഇങ്ങനെ കടത്തിക്കൊണ്ടേക്കിടാ. അബി നിങ്ങ ഔത്തു പറയുമ്പോ ഇതാ പ്രിന്റ് എടുത്തോണ്ട് പറൂ. നാളെ സ്കൂളിൽ പോകുമ്പോ ഈ പ്രിന്റ് വേണു. ഇയാള് പ്രിന്റ് കോന്ന് പെടിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പൊ പ്രിന്റർ മെഷീനെ എടുത്തിട്ട് ഔത്തിൽ വെച്ചിട്ട് ഔത്തില് നിങ്ങൾ പ്രിന്റ് എത്ര വേണമെങ്കിൽ പ്രിന്റ് എടുക്കണം. എങ്കിൽ ഇന്നത്തെ കാലം ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും പഴയ കാലം സുഹൃത്തുക്കളെ ഇന്നത്തെ പോലെ പ്രിന്റർ മെഷീൻ ഇല്ല. ഇന്നത്തെ പോലെ മോഡേണിക് ഫെസിലിറ്റീസുകളില്ല. ഇന്നത്തെ പോലെ ഭൗതികമായ സംവിധാനങ്ങളില്ല. ഇതൊന്നുമില്ലാത്ത പഴയ കാലത്ത് അല്ലാഹുവിന്റെ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം എന്ന ലക്ഷ്യത്തോടെ എത്ര ഇമാമിങ്ങളാണ്, എത്ര മഹാന്മാരാണ് ഇവിടെ കിതാബുകൾ രചിച്ചത്. ആ കൂട്ടത്തിൽ നമ്മുടെ മദ്ഹബിലെ ശൈഖുൽ മദ്ഹബായ ഇമാം നബവി റഹിമഹുല്ലാഹ് ആ മഹാനവറുകൾ എഴുതിയ കിതാബിന് ഒരു കയ്യും കണക്കുമില്ലല്ലോ. ഓ ഇൽമു പഠിക്കുന്ന മുതല്ലിമുകളെ, ദർസുകളിലും കോളേജുകളിലും അതേ ദർസ് തുറന്ന് പ്രവർത്തിക്കുകയാണ്, കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. മുതല്ലിമുകൾ കിതാബ് സജീവമായി ഓതാൻ തുടങ്ങിയിരിക്കുകയാണ്. അതേ മഹല്ലി ഓതുന്ന മുതല്ലിമുകളില്ലേ, ആ മഹല്ലി ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, ഇമാം ജലാലുദ്ദീൻ അൽ മഹല്ലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വ്യാഖ്യാനം എഴുതിയതല്ലേ. അതിന്റെ ഏത് കിതാബിനാണ് വ്യാഖ്യാനം? ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ് എന്ന കിതാബിനുള്ള വ്യാഖ്യാനമല്ലേ. ഇങ്ങനെ ആ മിൻഹാജ് എന്ന ഒരൊറ്റ
ഒരൊറ്റ കിതാബിന് തന്നെ എത്ര എത്ര ഇമാമിങ്ങളാണ് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആ ഇമാം നബവി റളിയല്ലാഹു അതേ 40 ചില്ലാനം വയസ്സ് വരെ ജീവിച്ചിട്ട് ലോകത്തോട് വിട പറയുമ്പോൾ മഹാനവരുകൾ എത്ര കിതാബുകളാണ് അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ആശയം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്താൻ മഹാനവരുകൾ എത്ര കിതാബുകൾ എഴുതി ബാക്കി വെച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ഈ സാധുവായ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വൽബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ. ഇവിടെ ചെയ്തു വെച്ച നല്ലത് അതിവിടെ ബാക്കി വെച്ച് പോകുമ്പോൾ അതല്ലേ പടച്ച റബ്ബിന്റെ അരികിൽ പ്രതിഫലത്തിൽ വെച്ച് ഏറ്റവും ഖൈറായത്, എക്കാലത്തും ഖബറിൽ കിടക്കുമ്പോൾ ലഭിക്കുന്നത്. അതാണ് നല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അക്കൂട്ടത്തിലാണ് ഇമാം നബവി റഹിമഹുല്ലാഹ്. ആ നബവി ഇമാം ഇവിടെ ദീന നിലനിർത്താൻ വേണ്ടി കിതാബ് രചിച്ചപ്പോൾ നബവി ഇമാം കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതാ പെട്ടെന്ന് വെളിച്ചം കെട്ടുപോയി, ലൈറ്റ് ഓഫ് ആയി പോയി. ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലമാണ്. അന്ന് കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ അതാ വെളിച്ചം കെട്ടുപോയപ്പോൾ നബവി ഇമാമിന്റെ പവർ കണ്ടില്ലേ? പടച്ച റബ്ബ് ദീന് വളർത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന രൂപം കണ്ടില്ലേ? ആ നബവി ഇമാമിന്റെ ഇടത് കൈയിലെ ചൂണ്ട് വിരലങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. ആ ഇടത് കൈയിലെ ചൂണ്ട് വിരൽ നബവി ഇമാമിന്റെ വിരലങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രകാശിക്കുന്ന വിരലുമായി കിതാബ് എഴുതി തീർത്ത ഇമാം നബവി റഹിമഹുല്ലാഹ് അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്തായിരുന്നു. ചെറിയ ബറക്കത്തൊന്നുമല്ല, വലിയ ബറക്കത്താണിരുന്നു. എന്തിനേറെ പറയണം? ഇണ്ടിപ്പ ഞങ്ങളെ അവസ്ഥ ഞങ്ങൾക്ക് ഒട്രാസി തിന്നോ കിട്ടിയമേ, അത് സമത്തരേ ആവണോട്ടെന്നോ നമുക്കില്ല. ഒട്രാസി തിന്നോ കിട്ടിയമേ, അങ്ങനല്ലേ? അതാരെ പൈസ വേണമെങ്കിലും ലൂട്ടിട്ട് തിന്നതും ഒരു മടിയുമില്ല. എത്ര ഞങ്ങൾ ഗുലും കാക്കട ചെന്നെങ്കിൽ പിന്നൊരുത്തര പൈസ പിന്നൊരുത്തര സ്വത്തു അവന്റെ സമ്മതം ഇല്ലാണ്ട് അവന്റെ പൊരുത്ത ഇല്ലാണ്ട് എത്ര ഞങ്ങൾ ഉൾകയിട. അള്ളാഹുടെ പേടിയുന്ന മനുഷ്യകു അങ്ങനെ പിന്നൊരുത്തര പൈസ ഉൾകടകു മനസ്സ് വേണ്ട. പടച്ചറപ്പടെ സീക്കെപ്പം പേടിച്ചോണ്ടിരിക്കണ്ടേ? എപ്പ റബ്ബടെ ഭാഗത്തെ ആഫത്തും മുസീബത്തും വന്നിട്ട് ഞങ്ങൾ ചിന്തിക്കണ്ടേ? പക്ഷെ നബവി ഇമാം അങ്ങനെയല്ലല്ലേ? നബവി ഇമാം റളിയല്ലാഹു അൻഹു മഹാന്റെ വിഷയത്തില് ഇമാം ഇങ്ങ ചൊന്നമേന്ദ്രേ വമിൻ വറഇഹി. ആ നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയിൽപ്പെട്ടതാണ്. എന്താണ് നബവി ഇമാമിന്റെ സൂക്ഷ്മത? നബവി ഇമാമിന്റെ മുട്ട ഫ്രൂട്ട്സ് വന്നെങ്കുല നബവി ഇമാം എതിർലുള്ള ഫ്രൂട്ട്സ് കേട്ടോണ്ടിരുത്തുല. ഇത് ഔട്ടർ ഫ്രൂട്ട്സ് ഇണ്ടിപ്പ എങ്ങനത്തെ ഫ്രൂട്ട്സ് നങ്ങ കേക്കട. ഇത് ഔട്ടർ ഫ്രൂട്ട്സ് എന്റെ മാങ്ങ അത്ര മധുരയില്ല, പുലി. അപ്പ കേക്കടത് ഏത് അങ്ങോട്ട് എടുത്തേ? എന്തെങ്കിലും 4 ഔട്ടർ എടുത്തറണ്ട, നാളെ കിട്ടത് പുലി ആയിട്ടിക്കൂ, അതുകൊണ്ട് ഔട്ടർ എടുത്തറ. അതൊക്കെ കേൾക്കുവാ. നബവി ഇമാം അങ്ങനല്ല കേക്കടേ. പിന്നെ ഇത് ഏത് റായത്തെ വന്ന ഫ്രൂട്ട്സ്? എല്ലാ റായത്തും ഒരുപോലത്തെ ഫ്രൂട്ട്സ് ഇക്കല്ല. ചില റായത്തില് എങ്ങനത്തെ ഫ്രൂട്ട്സ് വേണം കിട്ടും. ചില റായത്തില് ഒരാൾ ചൊന്തു ഉസ്താദ് മുഞ്ഞാണ്ട് ഒരാൾ അതിലിങ്ങനെ മാങ്ങ തിണ്ടോണ്ട് നോക്കുമ്പോ അയാൾക്ക് ഷുഗറും ഉണ്ട്. ഷുഗർ നമുക്ക് മാങ്ങ അത്ര നല്ല അല്ലാണ്ട് ചൊല്ലാറ്. അല്ലാഹു അലം. ഇപ്പൊ ഏത് നല്ല ഏത് നല്ല അല്ലാണ്ട് എന്തും ಗೊತ್ತಾവില്ല. ഒരെണ്ണം ചൊല്ലെ പിന്നൊരെണ്ണം ചൊല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു കാലല്ലേ? അപ്പൊ ഇയാൾ ചൊല്ലും ഉസ്താദ് മാങ്ങ എപ്പോഴും കിട്ടില്ലല്ലേ ഉസ്താദ്? ഇപ്പൊ കിട്ടപ്പ തിന്ന ഇപ്പൊ ഷുഗർ ആരെങ്കിലും ഇല്ലല്ലേ? മാങ്ങയുടെ സീസൺ കഴിഞ്ഞ പിന്നെ കൺട്രോൾ ആക്കാൻ. അപ്പൊ പിന്നെ നോർമൽ ലെവലിലേക്ക് വരും.
ಅದರ ನಡುಕು ಗೊಟಕಾಯ പോയമേ അപ്പൊ പിന്നെ എല്ലാം ചൊല്ലേണ്ടൊന്നുണ്ട്. അത് അല്ല പിടിച്ച പോലെ ഇക്കിടല്ലേ ഉസ്താദ്, അല്ല എന്ത് പിടിച്ചിട്ട് ഇക്കട അതുപോലെ ഇക്കിട്. അപ്പൊ നബവി ഇമാം അങ്ങനെയല്ല. വമിൻ വറഇഹി, നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മത്തെ ചെന്ന കൂട്ടത്തിൽ മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. നബവി ഇമാമിന്റെ എതിർള്ള ഫ്രൂട്ട്സ് കണ്ടെങ്കിൽ നബവി ഇമാം കേൾക്കുള്ള ഇത് ഏത് റായത്തെ ഫ്രൂട്ട്സ് അപ്പ ഫാക്കിഹത്തു ദിമഷ്ക് ഡമസ്കസ് ഫ്രൂട്ട് കൊണ്ട് മീത്തു ചൊന്നെങ്കില് പിന്നെ നബവി ഇമാം അതിൽ തിന്നാലേ. ഈ ഫ്രൂട്ട് ഡമസ്കസ് ഫ്രൂട്ട് ഉണ്ട്. ഇനിയിപ്പോ ഇണ്ട് നിങ്ങ ഡമസ്കസ് ഫ്രൂട്ട് ചെന്നിട്ട് തിന്നാണ്ട് എന്തിക്കണ്ട, അന്നത്തെ കാലത്തെ വിഷയമുണ്ട്. അത് ഡമസ്കസ് ഫ്രൂട്ട് കൊണ്ട് വിഷയം കിട്ടിയെങ്കില് നബവി ഇമാം ആ ഫ്രൂട്ട്സ് തിന്നാലേ ഉള്ള. എന്റെ കാരണം ആ ഡമസ്കസിലുള്ള യാരത്തെ ഫ്രൂട്ട്സും യതീമീങ്ങളെ പേരിൽ വഖഫാക്കിയതുള്ള. അപ്പൊ യതീമീങ്ങളെ പേരിൽ വഖഫാക്കിയതായ ഒരു ഫ്രൂട്ട്സു നന്റെ ബാത്തിലായി പോണ്ട വേണ്ട ചൊല്ലുന്ന ഒരു സൂക്ഷ്മത്തെ എല്ലോ അങ്ങനെയല്ല, യാരത്തതും അങ്ങനെ. അപ്പൊ നന്റെ ബാത്തില് പോണ്ട ഫ്രൂട്ട്സ് അങ്ങനത്തെ മീത്തു ആയി പോയെങ്കിലാ ഞങ്ങ എങ്ങനെ വെക്കിടയല്ലോ. അതല്ലാത്തത് ഉണ്ടല്ലേ, അതായിട്ട് ചാൻസ് ഇക്കുവല്ലേ. അപ്പൊ തിന്ന അങ്ങനെ വെക്കണേ, അങ്ങനെ വെച്ചാവാലേ, അങ്ങ് മഹാന്മാരല്ലേ, അങ്ങനെ എങ്ങനെ വെക്കണു. യാറത്തതും അങ്ങനത്തതല്ലേ. അപ്പൊ നന്റെ ബാത്തില് വന്നിട്ട് കൂണ്ടത് അങ്ങനത്തതായി പോയെങ്കിലാ അതാവാലേ. കാരണം ചെറിയ ആയുസ്സിനിടയിൽ വലിയ ബർക്കത്ത് കിട്ടിയ മഹാനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ആ നബവി ഇമാം ഇങ്ങനെ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, കിതാബ് ഇങ്ങനെ എഴുതാണ്. ആ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ക്ഷീണം വന്നു പോകും, ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വന്നു പോകും. എപ്പോഴും ഒരുപോലെയല്ല. നിരന്തരം കിതാബ് ഇങ്ങനെ എഴുതുമ്പോ ഇടയ്ക്കൊന്ന് ക്ഷീണം വന്നു പോയി. ആ ക്ഷീണം വന്നാൽ ഫയളഉ ഖലമഹു, ആ നബവി ഇമാം റളിയല്ലാഹു അൻഹു പേനയെടുത്ത് നിലത്ത് വെക്കൂ, പേനയങ്ങ് മാറ്റി വെക്കൂ. എന്നിട്ടതാ അവിടുന്ന് കരയൂ. കരഞ്ഞുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇങ്ങനെ പാടാണ്, ഇൻ കാന ഹാദാ ദമഉ യജ്രി സ്വബാബതൻ അലാ ഗൈരി സഅദി ഫഹുവ ദമഉ മുളയ്യഉ. എന്താണ് ആ വരിയുടെ അർത്ഥം? അല്ലാഹുവേ, ഒരുപാട് കിതാബ് നിന്റെ ദീനിന് വേണ്ടി എഴുതിയവനാണ് ഞാൻ. ആ എഴുതിയതെല്ലാം നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിലല്ലേ എന്റെ ഈ ക്ഷീണവും ഞാൻ ഈ എഴുതിയതും അധ്വാനിച്ചതുമെല്ലാം അതെല്ലാം ഉപകാരത്തിന് വരുന്നത്. ഒരു പക്ഷേ ഞാൻ ഈ എഴുതിയപ്പോൾ എനിക്ക് ക്ഷീണമുണ്ടായത്, ഞാനതാ തളർന്നു പോയത്, ഞാനതാ പ്രയാസം നേരിട്ടത്, ഇതെല്ലാം നിന്റെ പൊരുത്തത്തിനല്ല എങ്കിലോ, പേരിനാണോ, പെരുമക്കാണോ, പ്രശസ്തിക്കാണോ, സ്ഥാനമാനത്തിനാണോ, എന്നാൽ അത് പാഴായി പോകുന്ന അധ്വാനമാണ്, നഷ്ടപ്പെട്ടു പോകുന്ന പരിശ്രമമാണ്, പാഴായി പോകുന്ന കണ്ണുനീരാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇവിടെ ഈ ഉറച്ച പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ മഹാനവരികൾ ശ്രമിച്ചത് അങ്ങനെയാണ്.